ബാക്ക് ടു സൈലന്റ് ബാങ്കിങ്. അപ്പോ ബാങ്ക് എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ്. നമ്മൾ പഠിക്കുന്ന ബാങ്ക് എക്സാം അത്യാവശ്യം അഡ്വാൻസ് ലെവൽ കോണ്ടും റീസണിങ്ങും ഇംഗ്ലീഷും ഒക്കെ ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അങ്ങനെ അത്രയും ഒരു ലെവലിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് ഈ പറയാൻ പോകുന്ന പരീക്ഷ. അതിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നോട്ടിഫിക്കേഷനും കംപ്ലീറ്റ് വായിച്ചപ്പോൾ സിലബസ് ഒക്കെ നോക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ അഞ്ചു മിസ്സിനോട് ചോദിച്ചു, 5 മിസ് ഇത് നമ്മുടെ പിള്ളേർക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ലേ? ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരാൾക്കും പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും. അത്യാവശ്യം കുറച്ച് ജനറൽ നോളജും കറണ്ട് അഫയേഴ്സ് ഒക്കെ നോക്കുന്ന ന്യൂസ് പേപ്പർ ഒക്കെ വായിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ സുഖമായിട്ട് ഇത് ക്രാക്ക് ചെയ്തു. മിസ് പറഞ്ഞു അതെ പറ്റും, നല്ലൊരു എക്സാമും ആണ്, നിറയെ വേക്കൻസി ഉണ്ട്, നമുക്ക് നോക്കാം മിസ്സേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ then why wait? കാരണം ഇതൊരു വലിയ ചാൻസ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാനൊരു പുതിയ നോട്ടിഫിക്കേഷനുമായിട്ട് വന്നിരിക്കുകയാണ്. ബാങ്ക് എക്സാമിന് പഠിച്ചുകൊണ്ട് വളരെ എളുപ്പം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന സെൻട്രൽ ഗവൺമെന്റ് ജോലിയാണ് ഈ പറയാൻ പോകുന്ന അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ ഗ്രേഡ് 2 എക്സിക്യൂട്ടീവ് എക്സാമിനേഷൻ 2025 അഥവാ ACIO ഗ്രേഡ് 2. ഇത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇന്റലിജൻസ് ബ്യൂറോ വഴി നടന്നൊരു പരീക്ഷയാണ്. ഈ പരീക്ഷയിലേക്ക് ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു കുട്ടിക്കും അത്യാവശ്യം ജനറൽ സ്റ്റഡീസ് കുറച്ചൊക്കെ നല്ല ജനറൽ നോളജ് ഉണ്ട്, ജനറൽ സ്റ്റഡീസ് ഒക്കെ ഏകദേശം കവേർഡ് ആണ്, കറണ്ട് അഫയേഴ്സ് ഒക്കെ നോക്കുന്നുണ്ട്, ന്യൂസ് പേപ്പർ ഒക്കെ വായിക്കാറുണ്ട്, നമുക്കുള്ള എക്കണോമിക്കൽ എന്താ പറയുക പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസും ഒക്കെ നിങ്ങൾക്ക് സോഷ്യൽ ഇഷ്യൂസ് ഒക്കെ നിങ്ങൾക്ക് കുറച്ച് പരിചയമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം. നോട്ടിഫിക്കേഷൻ നോക്കുന്നതിന് മുന്നേ ബാങ്ക് എക്സാമിന് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങളൊരു ഫ്രഷർ ആണ്, ഒരു ബിഗിനർ ആണ്, തുടങ്ങിയിട്ടില്ല, കോളേജൊക്കെ സെക്കൻഡ് ഇയർ ആയി നിൽക്കുകയാണ്, തേർഡ് ഇയർ ആയി, ഇനി അടുത്ത് എന്ത് ചെയ്യണമെന്നൊരു പ്ലാൻ ഇല്ലാതെ നിൽക്കുകയാണെങ്കിൽ ബേസ് ടു അഡ്വാൻസ് കവർ ചെയ്ത് നിങ്ങളെ കൃത്യം വരാൻ പോകുന്ന 20ഓളം പരീക്ഷകളെ നേരിടാൻ സഹായിക്കുന്ന ബാച്ചാണ് IBPS SBI ടാർഗറ്റ് ബാച്ച്. ഓൺലൈൻ ബാച്ചാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സിലബസ് പഠിച്ചുകൊണ്ട് തന്നെ ഒരുപാട് എക്സാംസ് എഴുതാൻ പറ്റും. ബാങ്ക് ആൻഡ് ഇൻഷുറൻസിൽ ഒരുപാട് പരീക്ഷകൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഒരുപാട് വേക്കൻസീസും ഇതാ വരാൻ പോവുകയാണ്. അപ്പോൾ വലിയൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അപ്പോൾ ഓൺലൈൻ ആയിട്ടാണെങ്കിൽ നിങ്ങൾ IBPS SBI ടാർഗറ്റ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. 6,999 മാത്രമാണ് പ്രൈസ് വരുന്നത്. ലോകത്തിന്റെ ഏതൊരു കോണിലും നിങ്ങൾക്ക് ഇത് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഓഫ്ലൈൻ ആയിട്ട് ഒരു കോമ്പറ്റീവ് എൻവയോൺമെന്റിൽ ഇരുന്ന് തന്നെ പഠിക്കണം, ഫാക്കൽറ്റിയുമായിട്ട് നേരിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണം എന്നൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നമ്മുടെ പുതിയ ഓഫ്ലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസ് ടു അഡ്വാൻസ് 2.0 നമ്മുടെ ഓൾറെഡി ഒരു ബാച്ച് സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് നൗ വി ആർ ഗോയിങ് ഫോർ ദ സെക്കൻഡ് റൗണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 23-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ 10 ദിവസം ഫ്രീ ക്ലാസ്സസ് ആണ്. നിങ്ങൾക്ക് 10 ദിവസം ഫ്രീ ആയിട്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. 20,000 രൂപയാണ് നമ്മുടെ ഫീസ് വരുന്നത്. 7356065200. അപ്പം ഇതാണ് നമ്മുടെ ഫോൺ നമ്പർ. ഈ ഫോൺ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. ഫ്രീ ഓൺലൈൻ റെക്കോർഡഡ് ക്ലാസ്സും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ മറക്കണ്ട, ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ബാങ്ക് എക്സാമിന് സൈലന്റ് ബാങ്കിങ് മറക്കാണ്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് പോയാലോ. പോസ്റ്റ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് ആദ്യം നോക്കാം. ജനറൽ സെൻട്രൽ സർവീസ് ആണ്, ഗ്രൂപ്പ് C, നോൺ ഗസറ്റഡ് നോൺ മിനിസ്ട്രിയൽ ആണെങ്കിൽ പോലും സെൻട്രൽ ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞാൽ അതൊരു ജോലി തന്നെയാണ് അല്ലെ. ലെവൽ 7 ആണ് വരുന്നത്. പേ സ്കെയിൽ വരുമ്പോൾ 44,900 മുതൽ പേ മാട്രിക്സ് പ്ലസ് അഡീഷണൽ സെൻട്രൽ ഗവൺമെന്റ് അലവൻസുകൾ എല്ലാം ഉണ്ട്. സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസ് ഉണ്ട് ബേസിക് പേയുടെ കൂടെ തന്നെ. അതുപോലെ ക്യാഷ് കോമ്പൻസേഷൻ ഉണ്ട് ഡ്യൂട്ടി പെർഫോംഡ് ഓൺ ഹോളിഡേയ്സിന്. നല്ല കാര്യം. ദെൻ വേക്കൻസീസ് നോക്കിയേ, ഭയങ്കര ഹ്യൂജ് വേക്കൻസീസ് ആണ്. 3,717 ടോട്ടൽ വേക്കൻസീസ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജനറലിന് 1,537 വേക്കൻസീസ്, EWSന് 442, OBCക്ക് 946, SCക്ക് 566, STക്ക് 226. അതായത് ടോട്ടൽ 3,717 വേക്കൻസീസ് ഉള്ള ഒരു അടിപൊളി പരീക്ഷ. എഴുതിയാലോ? എഴുതണം. ഗ്രാജുവേഷൻ ഓർ ഇക്വലന്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഗ്രാജുവേഷൻ മതി, ഏത് ഡിസിപ്ലിനിലായാലും കുഴപ്പമില്ല. ബാങ്ക് എക്സാമിന് നമുക്ക് അറിയാലോ, ഏതൊരു ഡിഗ്രി ആയാലും കുഴപ്പമില്ല, നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം. അതുപോലെയാണ് ഇവിടെയും. ഏതൊരു ഡിസിപ്ലിനിൽ നിങ്ങൾ ഡിഗ്രി ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. കുറച്ച് നോളജ് ഓഫ് കമ്പ്യൂട്ടർ വേണമെന്ന് പറയുന്നുണ്ട്. ഓഫ് കോഴ്സ് അത് ആവശ്യമാണ്. ഇന്ന് ഏതൊരു ജോലിക്ക് പോയാലും കമ്പ്യൂട്ടർ നോളജ് നമുക്ക് ആവശ്യമാണ് അല്ലെ. ഇനി നമുക്ക് നോക്കാം ഏജ് ലിമിറ്റ്. ഈ 18 മുതൽ 27 വയസ്സ് വരെയാണ്. 10/8/2025 വരെ നോക്കുമ്പോൾ 18-27 അതിനിടയിലുള്ളവരോ 18 വയസ്സ് 27 വയസ്സ് തികഞ്ഞവരോ ആയിരിക്കണം. അപ്പം ആ ഒരു ഡേറ്റ് നോക്കണം. പിന്നെ ഏജ് റിലാക്സേഷൻസ് വരുന്നുണ്ട്. 5 വർഷം SC ST, 3 വർഷം OBCക്ക്,
ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സിന് 40 വയസ്സ് വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. 3 years ഓഫ് റെഗുലർ അല്ലെങ്കിൽ കണ്ടിന്യൂസ് സർവീസ് കൊടുത്തിട്ടുള്ളവർക്കാണ് ഈ 40 വയസ്സ് വരെയുള്ള ഏജ് റിലാക്സേഷൻ വരുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റൽ സർവീസ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സ്. അതേസമയം 35 വയസ്സ് ജനറലിന്, 38 OBC, 40 SC ST എന്ന് കൊടുത്തേക്കുന്നത് വേറെ ആർക്കുമല്ല, വിഡോസ് സെപ്പറേറ്റഡ് ഫ്രം ഹസ്ബൻഡ് ജുഡീഷ്യലി ആയിട്ടുള്ള സ്ത്രീകൾക്ക് ജനറൽ കാറ്റഗറിക്ക് 35, OBCക്ക് 38, SC STക്ക് 40 വയസ്സ് വരെയും ഈ പരീക്ഷ എഴുതാൻ സാധിക്കും. ഇനി എക്സ് സർവീസ് ആണെങ്കിൽ ഗവൺമെന്റ് ഇൻസ്ട്രക്ഷൻസ് പ്രകാരമുള്ള ആ ഒരു സെയിം ലിമിറ്റ് തന്നെയാണുള്ളത്. നമ്മുടെ ബാങ്ക് എക്സാമിലൊക്കെ നമ്മൾ കാണാറില്ലേ, അതുപോലെ തന്നെ. ദെൻ 5 years ടു ബി സ്പോർട്സ് പേഴ്സൺ 5 years ഉണ്ട്. അപ്പം സാധാരണ നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിൽ എക്സ് സർവീസ്മെന്റ് എത്രയാണോ ഏജ് റിലാക്സേഷൻ വരുന്നത് അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇവിടെയും കിട്ടുക, അതിൽ മാറ്റമില്ല. അപ്പോൾ അത് നിങ്ങൾ നോക്കിക്കൊണ്ടാൽ മതി. ഞാനത് ബാങ്ക് എക്സാമിന്റെ കാര്യം, നമുക്ക് ബാങ്ക് എക്സാമിൽ എല്ലാ എക്സാംസും നമുക്ക് അറിയാം എത്രയാണ് എക്സ് സർവീസ്മാന്റെ കറക്റ്റ് ആയിട്ടുള്ള ഏജ് റിലാക്സേഷൻ വരുന്നത്. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്ട്രക്ഷൻസ് പ്രകാരമുള്ള പരീക്ഷയാണിത്. അപ്പോൾ ഇവിടെയും എക്സ് സർവീസ്മാൻ എത്രയാണോ ഏജ് റിലാക്സേഷൻ എല്ലാ പരീക്ഷകൾക്കും ഉള്ളത് അത് തന്നെ ഇവിടെയും ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതിലേക്ക് പോകുമ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് അവർ നോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ അവർ എടുത്തു പറയുന്ന ഒരു കാര്യം, ഇത് PWBD കാൻഡിഡേറ്റ്സിനുള്ള പോസ്റ്റ് അല്ല, അതുകൊണ്ട് അവർ അപ്ലൈ ചെയ്യേണ്ടെന്ന് പറയുന്നു. വേക്കൻസീസ് ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എല്ലാം തന്നെ ക്ലോസിംഗ് ഡേറ്റിന് മുന്നേ നിങ്ങൾ അതിന് എലിജിബിൾ ആണെങ്കിൽ മാത്രമേ, അത് 10/8/2025 നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ്, അതുവരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷന് പറ്റത്തുള്ളൂ. അപ്പോൾ ആ ക്ലോസിംഗ് ഡേറ്റിന് മുന്നേ തന്നെ നീ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ, അതിന്റെ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ഏജ് എല്ലാം നിങ്ങൾക്ക്, അത് 18 ആണെങ്കിൽ ഇതിന് മുന്നേ 18 ആയിരിക്കണം, 27 ആണെങ്കിൽ ഇതിന് മുന്നേ 27 ആയിരിക്കണം. അത് ഇത് കഴിഞ്ഞ് പിന്നെ 20 അല്ലെങ്കിൽ 28 അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പറ്റത്തില്ല. 28 ആയി നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു ക്ലോസിംഗ് ഡേറ്റിന് മുന്നേ നിങ്ങൾ 18 ആണ് എങ്കിൽ, അല്ലെങ്കിൽ 18 ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ട് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. 17 ആണ്, ഞാൻ ഒരു 11-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ 18 ആവും, നോ യു കാണ്ട് അപ്ലൈ. മനസ്സിലായോ? അത് എനിക്കിപ്പോൾ വയസ്സ് 17 10/8/2025 ക്ലോസിംഗ് ഡേറ്റ്. എനിക്ക് 11-ാം തീയതി ഞാൻ 18 വയസ്സാവുന്നത് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. 18 വയസ്സായ ഒരാൾക്ക് മാത്രമേ, ഈ ക്ലോസിംഗ് ഡേറ്റിന് മുന്നേ 18 വയസ്സായ ഒരാൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. ദെൻ റിസർവേഷന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സ് ഇല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് വേക്കൻസീസ് ഫില്ലായി പോകുന്ന ഓരോരു പറയുന്നുണ്ട്. ബാക്കിയെല്ലാം സിമിലർ ടു അതർ നോട്ടിഫിക്കേഷൻസ് ആണ്. സർവീസ് ലയബിലിറ്റിയുടെ കാര്യവും അവർ എടുത്തു പറയുന്നുണ്ട്. അതായത് ഓൾ ഇന്ത്യ ട്രാൻസ്ഫർ ലയബിലിറ്റി ഉണ്ട്. ഈ ഇന്ത്യയുടെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടതായ സിറ്റുവേഷൻ വരും. അതുകൊണ്ട് എവിടെയും വർക്ക് ചെയ്യാൻ ഓക്കെയാണ് എന്നുള്ളവർ മാത്രം അപ്ലൈ ചെയ്യാനും അവരെടുത്ത് പറയുന്നുണ്ട്. എക്സാമിനേഷൻ, റിട്ടൺ എക്സാമിനേഷൻ എന്നുള്ള രീതിയിലും ഇന്റർവ്യൂ എന്നുള്ള രീതിയിലും 3 ടയറുകളാണ് നിങ്ങൾക്ക് നേരിടേണ്ടി വരും. ഫസ്റ്റ് ടയറിൽ 100 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ടയർ 1 MCQs ആണ്. 5 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സബ്ജക്റ്റിന്റെ ബേസിൽ 20 ചോദ്യങ്ങൾ, ഓരോ മാർക്ക് വീതമാണ് ഉണ്ടാവുക. 1 മണിക്കൂറാണ് പരീക്ഷയ്ക്ക്. 100 മാർക്കിന്റെ എക്സാം. കറണ്ട് അഫയേഴ്സ്, ജനറൽ സ്റ്റഡീസ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ്. നെഗറ്റീവ് മാർക്ക് ഉണ്ടേ അതും അവർ പറയുന്നുണ്ട്. ഇത് ഞാൻ എടുത്തു പറയാൻ റീസൺ, ബാങ്ക് എക്സാമിന് പഠിക്കുന്ന അത്രയും ഇംഗ്ലീഷും കോണ്ടും റീസണിങ്ങും ഒന്നും ഇവിടെ ആവശ്യമില്ല. അത്രയും ലെവലിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ഈ ലെവൽ ഓഫ് എക്സാം ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. എക്സ്ട്രാ നിങ്ങൾ കറണ്ട് അഫയേഴ്സും ജനറൽ സ്റ്റഡീസിനും അത്യാവശ്യം 3 കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം അതൊക്കെ നോക്കി പോകുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന പരീക്ഷയാണ്. ഇനി ടയർ 2 വരുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണ്. ഈ ഡിസ്ക്രിപ്റ്റീവിൽ എസ്സേ ഒക്കെ നമ്മുടെ ബാങ്ക് എക്സാമിന് ഡിസ്ക്രിപ്റ്റീവ് പഠിക്കുന്നതാണ് അല്ലേ. നോക്കിയേ, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ 50 മാർക്കിനാണുള്ളത്. അതിൽ എസ്സേ 20 മാർക്കിന്, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ 10 മാർക്കിന്. ഇത് രണ്ടും നമുക്കറിയാം, നമ്മൾ ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതാണ്, എളുപ്പമാണ്, നമ്മൾ ചെയ്യുന്നതാണ്, ഓൾറെഡി പഠിക്കുന്നതാണ്. ഇനി ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 2 എണ്ണം വരുന്നുണ്ട്. അത് നിങ്ങൾ അത്യാവശ്യം, നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിനെ കുറിച്ചൊക്കെ നല്ല ഐഡിയ ഉണ്ട്, അതായത് നമ്മുടെ കറണ്ട് അഫയേഴ്സ്, എക്കണോമിക്സ്, സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒക്കെ നിങ്ങൾ കാണുന്ന പത്രം നന്നായി വായിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ. ആൻഡ് തേർഡ് ടയർ എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂവിൽ 100 മാർക്ക്. ഓക്കെ. സോ ഈ 100 മാർക്കാണ് ഇന്റർവ്യൂവിന് വരിക. 1 മണിക്കൂറാണ് ടയർ 2-നും 50 മാർക്കാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. അപ്പൊ ടോട്ടൽ ഏകദേശം മനസ്സിലല്ലോ 250 മാർക്കാണ് ഓൾ ടോട്ടൽ വരുന്നത്. ആൻഡ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും മെഡിക്കൽ എക്സാമിന് ശേഷം എന്നും താഴേക്ക് വരുമ്പോൾ പറയുന്നുണ്ട് അവർ. ഇനി എവിടെയൊക്കെയാണ് എക്സാമിനേഷൻ സെന്റേഴ്സ് വരുന്നത്? കേരളത്തിൽ എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ. ഇത്രയും സ്ഥലങ്ങളിലാണ് ടയർ 1-ന്റെ എക്സാമിനേഷൻ സെന്റേഴ്സ് വരുന്നത്. ഇനി നമുക്ക് നോക്കാം സെലക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്ന്. 5 സെന്ററുകളാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുക. അതിൽ ഏതൊക്കെയാണ്, എവിടെയാണോ നിങ്ങൾക്ക് അലോട്ടഡ് ആവുന്നത് നിങ്ങൾ അവിടെ തന്നെ പോയി എന്ത് ചെയ്യണം, പരീക്ഷ എഴുതണം. റോങ് ആൻസേഴ്സ് നെഗറ്റീവ് മാർക്ക് ഉണ്ടെന്ന് പറയുന്നു. അൺഅറ്റംപ്റ്റഡ് ആണെങ്കിൽ അത് നെഗറ്റീവ് മാർക്ക് ഒന്നും വരത്തില്ല. അത് നമുക്കറിയാമല്ലോ, നോർമലി നമ്മൾ എഴുതുമ്പോൾ അങ്ങനെയാണല്ലോ. ഇനി ഒരു
ഔട്ട് ഓഫ് 100 കട്ട് ഓഫ് ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. എവിടെ? ടയർ 1 നിങ്ങൾക്ക് എന്തുണ്ടാവും? കട്ട് ഓഫ് ഉണ്ടാകും. ഇവിടെ കൊടുത്തിട്ടുണ്ട് ജനറൽ 35, OBC 34, SC ST 33, EWS 35. ഓൾ എക്സ് സർവീസ്മെൻ വുഡ് ബി ട്രീറ്റഡ് ഇൻ ദെയർ ഓൺ കാറ്റഗറി. ഓക്കെ, എല്ലാ എക്സ് സർവീസ്മെനെ അവരൊരു കാറ്റഗറിയിലേക്ക് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അവരൊരു കട്ട് ഓഫ് റേഞ്ച് പറയുന്നത്. ഇനി ബാക്കിയെല്ലാം നമ്മുടെ പെർഫോമൻസ് അനുസരിച്ച് നോർമലൈസേഷൻ മാർക്ക് വരുന്നത് എങ്ങനെയാണെന്നും എത്ര പേരെയൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും, വേക്കൻസി ഉള്ളതിനേക്കാളും 10% കൂടുതൽ ആൾക്കാരായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നുള്ള ഡീറ്റെയിൽസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് സക്സസ്ഫുള്ളി നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കൽ എക്സാമിനേഷനും എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ജോലിയിൽ പ്രവേശിക്കുക എന്നും അവർ പറയുന്നുണ്ട്. അപ്പോയിന്റ്മെന്റ് ടു ദ പോസ്റ്റ് വിൽ ബി ടെമ്പററി. ഹൗവർ അപ്പോയിന്റ്മെന്റ് ദ പെർമനന്റ് കപ്പാസിറ്റി വിൽ ഡിപ്പെൻഡ് ഓൺ വേരിയസ് ഫാക്ടേഴ്സ് ഗവർണിംഗ് പെർമനന്റ് അപ്പോയിന്റ്മെന്റ് സച്ച് പോസ്റ്റ് ഫോഴ്സ് അറ്റ് ദാറ്റ് ടൈം. അതായത് നിങ്ങളെ ആദ്യം ടെമ്പററി ആയിട്ടായിരിക്കും, പിന്നെ ആയിരിക്കും പെർമനന്റ് പൊസിഷനിലേക്ക് പോകുന്നത്. അതായത് നമുക്കറിയാലോ ഏതൊരു ജോലി കയറിയും ഒരു പ്രൊബേഷൻ പീരീഡ് ഉള്ളതുപോലെ തന്നെ ഇതിലും ഉണ്ടാകും എന്നവർ പറയുന്നുണ്ട്. സോ ഇനി നമുക്ക് പിന്നെ നിങ്ങളൊരു എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. അഡ്മിറ്റ് കാർഡിലും കോൾ ലെറ്ററിലും ടയർ 1, ടയർ 2, ടയർ 3 എക്സാമുമായിട്ട് റിലേറ്റഡുള്ള കാര്യങ്ങൾ വരുന്നതെല്ലാം ശ്രദ്ധിച്ച് വായിക്കണം എന്ന് അവർ എടുത്തു പറയുന്നു ഒരു നോട്ടിഫിക്കേഷനിൽ. Coming back to the submission of online application, important dates. Opening date for online registration 19/7/2025. അതായത് ജൂലൈ 19 മുതൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അവരുടെ രജിസ്ട്രേഷൻ. ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 10/8/2025 സമയം ഉൾപ്പെടെ അവർ തന്നിട്ടുണ്ട്. അതിനു മുന്നേ നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം, പേയ്മെന്റ് കൊടുത്തു തന്നെ. ഓക്കെ, ദെൻ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫ്രീ ത്രൂ SBI ചല്ലാൻ എന്ന് പറയുന്നത് 12/8/2025. അപ്പോൾ നിങ്ങൾ ഓഫ്ലൈൻ വഴി ആണ് പേയ്മെന്റ് ചെയ്യുന്നത്, ഓഫ്ലൈൻ ആയിട്ടാണ് പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ സബ്മിഷനുള്ള ഡേറ്റ് ആണ് 12/8/2025 തന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ ആപ്ലിക്കേഷൻ ഷുഡ് ബി സബ്മിറ്റഡ് ഓൺലി ത്രൂ ഓൺലൈൻ രജിസ്ട്രേഷൻ. നിങ്ങൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, പക്ഷേ ഫീസിന്റെ പേയ്മെന്റ് ആക്ച്വലി ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ മോഡിലുണ്ട്. ഓക്കെ, സോ അതിന്റെ വെബ്സൈറ്റുകളാണ് താഴെ തന്നിരിക്കുന്നത്. രജിസ്ട്രേഷൻ ഡൺ പ്രയോർ ടു 9/7/2005 ആൻഡ് 10/8/2005 വിൽ നോട്ട് ബി അക്സെപ്റ്റഡ്. അതായത് 19 മുന്നേ ചെയ്ത രജിസ്ട്രേഷനോ 10 ശേഷം ചെയ്ത രജിസ്ട്രേഷനോ അവരെടുക്കത്തില്ല. ഈ ഒരു ടൈമിനുള്ളിൽ തന്നെ രജിസ്റ്റർ ചെയ്യുക, പേയ്മെന്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ എനിക്ക് ഇൻ കേസ് ഈ എന്താ പറയാ ഒരു SBI ചല്ലാൻ എടുത്തിട്ട് നമ്മൾ ഓഫ്ലൈൻ ആണ് പേയ്മെന്റ് ചെയ്യുന്നെങ്കിൽ മാത്രമാണ് ഈ ഡേറ്റ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, റോങ് ഇൻഫർമേഷൻ ഇൻ എനി കോളം മേ ലീഡ് ടു ദ ആപ്ലിക്കേഷൻ ഗെറ്റിംഗ് റിജക്റ്റഡ്. ഏതെങ്കിലും റോങ് ഇൻഫർമേഷൻ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഉണ്ടെങ്കിൽ അത് റിജക്റ്റഡ് ആയിപ്പോൾ. സോ ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യുക. And register well in time since the application portal witnesses a surge in number of applications during the run up to the closing date. The closing date for receipt of അതായത് സിമ്പിൾ ആണ്. നിങ്ങൾ അവസാന ദിവസത്തേക്ക് അപ്ലൈ ചെയ്യാൻ വെക്കുമ്പോൾ പ്രശ്നം വെച്ചാൽ ഒരുപാട് പേര് ആ സമയത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർക്ക് വെബ്സൈറ്റിൽ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പറ്റുന്നത്രയും നേരത്തെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം എന്നും അവർ പറയുന്നുണ്ട്. ദെൻ എക്സാമിനേഷൻ ഫീയിലേക്ക് വരുമ്പോൾ it is in 2 components. Examination fee 100 rupees only. Recruitment processing charge 550 to be paid as under. അതായത് എല്ലാ കാൻഡിഡേറ്റ്സിനും റിക്രൂട്ട്മെന്റ് പ്രോസസിംഗ് ചാർജസ് 550 ആണ്. Male candidates of UR, EWS and OBC category, examination fee 100 in addition to the recruitment processing charge 550. അതായത് 650 rupees അടയ്ക്കേണ്ടി വരും. എല്ലാ കാൻഡിഡേറ്റ്സിനും റിക്രൂട്ട്മെന്റ് പ്രോസസിംഗ് ചാർജ് 550 ആണ്. മെയിൽ കാൻഡിഡേറ്റ്സ് ജനറൽ EWS and OBC കാറ്റഗറിയിലുള്ളവർക്ക് 650 രൂപ പേ ചെയ്യേണ്ടി വരും. All SC ST candidates, female candidates and those of ex-servicemen who are eligible for the reservation or exempted from the payment of examination fee 100 rupees. അപ്പം SC ST കാൻഡിഡേറ്റ്സ്, ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, ex-servicemen കാൻഡിഡേറ്റ്സിനൊക്കെ 100 രൂപ കൊടുക്കണ്ട, 550 രൂപ കൊടുത്താൽ മതി. പക്ഷേ ബാക്കിയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും 550 കൂടെ ആ 100 ചേർത്ത് 650 അടയ്ക്കേണ്ടി വരും. ബാങ്കിങ് ചാർജസ് ഇതിൽ ഉണ്ടെങ്കിൽ അതും കാൻഡിഡേറ്റ് അടയ്ക്കേണ്ടതായിട്ട് വരുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നോക്കിക്കോളാം. ഫീമെയിൽ ആണ്, നിങ്ങൾ സ്ത്രീകൾക്കും മാത്രമല്ല SC ST കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ്മെന്റിനും ഒക്കെ എന്താണ് 100 രൂപ കുറവുണ്ട്, 550. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും 650 അടയ്ക്കണം. അതാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ആൻഡ് മോഡ് ഓഫ് പേയ്മെന്റ് ഓൺലൈനും ഉണ്ട്, ഓഫ്ലൈനും ഉണ്ട്. ഓൺലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം പേയ്മെന്റ് ഗേറ്റ് വേ ത്രൂ നിങ്ങൾക്ക് ചെയ്യാം. ഓഫ്ലൈൻ ആണെങ്കിൽ അവർ പറഞ്ഞു പേയ്മെന്റ് ക്യാൻ മെയ്ഡ് ഓൺലൈൻ വിയ SBI ePay Lite through debit cards, credit cards, internet banking, UPI, SBI Challan. After submitting your payment, please wait for the initiation from the server. Do not press back or refresh button. ഇതൊക്കെ നമുക്ക് അറിയാം, നമ്മൾ ഓൾറെഡി ഓൺലൈൻ പേയ്മെന്റ് ചെയ്യുന്നതുകൊണ്ട്. ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്ന ഒരു താഴെ തന്നിട്ടുണ്ട് 10/8/2025 ആണ്. അപ്പൊ അതിനു മുന്നേ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും അപ്ലൈ ചെയ്ത് ഈ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക.
കാരണം ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് അഡ്വാൻസ് ലെവലിലേക്കാണ്. ആ അഡ്വാൻസ് ലെവലിൽ നിൽക്കുന്ന നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ലെവലിൽ എക്സാമിനേഷൻ സുഖമായിട്ട് എഴുതാൻ പറ്റും. ഈ എക്സാമിനേഷനിൽ എക്സ്ട്രാ നമ്മൾ വർക്ക് കുറച്ച് വരുന്നത് ജനറൽ സ്റ്റഡീസും കറണ്ട് അഫയേഴ്സും ആണ്. കറണ്ട് അഫയേഴ്സിൽ തന്നെ നിങ്ങൾക്കറിയാം മനസ്ട്രീംസിൻ്റെ അടിപൊളി ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടാറുണ്ട് യൂട്യൂബിലായിട്ട്, അതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ കുറച്ച് സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ചൊക്കെ വായിച്ചിരിക്കുക. അപ്പോൾ ലോങ് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാൻ വരുമ്പോൾ അത് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല വേക്കൻസി 3717 വേക്കൻസിയുള്ള ഒരു അടിപൊളി ജോബ് ഓപ്പർച്യൂണിറ്റിയാണിത്. മിസ്സാക്കാതെ ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.